നമസ്കാരം. ഞാൻ കാവാലം ശശികുമാർ. നിങ്ങൾ പറയണം, സത്യം പറയണം. എല്ലാവർക്കും ഇവർ ബാധ്യതയല്ലേ? ഞാൻ പറയുന്നതിനോട് ചിലർ വിയോജിക്കാം. പക്ഷെ ചില ആൾക്കാർ പുലഭ്യം പറയുന്നുണ്ട്. അവരുടെ രീതി അത്ര തന്നെ പറയാനുള്ളൂ. അവരുടെ ക്ഷോഭം അങ്ങനെ തീരട്ടെ. നിങ്ങൾ ആലോചിച്ച് പറയൂ, ഇവർ പ്രതിപക്ഷത്തിന് ബാധ്യതയല്ലേ? പ്രതിപക്ഷത്തിന് മാത്രമാണോ? നമുക്കുമൊക്കെ ബാധ്യതയല്ലേ? ഇപ്പോൾ ലോകസഭയിലെ പ്രതിപക്ഷത്തിന് ആരാണ് തടസ്സമെന്നോ അറിയാമോ? ലോകസഭയിലെ പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും മുഖ്യ തടസ്സം എന്ന് പറയുന്നത് ഭരണപക്ഷമല്ല, പ്രതിപക്ഷ നേതാവാണ്, രാഹുൽ ഗാന്ധിയാണ്. കേരളത്തിലാണെങ്കിലോ, കേരളത്തിൽ അത് പ്രതിപക്ഷ നേതാവിന് പേര് പറയുമ്പോഴും പഴയ മുഖ്യമന്ത്രിയാണ്, പിണറായി വിജയനാണ്. ഇത് പറയുമ്പോൾ ഉടനെ പെട്ടെന്ന് ക്ഷോഭിച്ച് വരരുത്. പറയുന്നതിൻ്റെ കാര്യം കൂടി കേട്ടിട്ട് വേണം സംസാരിക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രതികരിക്കുവാൻ വേണ്ടിയിട്ട്. അവരുടെ പേരിൽ ആരോപണമോ ആക്ഷേപമോ ഒന്നും അല്ല കേട്ടോ. അതൊന്നുമല്ല കാരണം. ഇരുവരും രണ്ട് ചെയ്ത പാർട്ടിയിൽ അവരുടെ പാർട്ടികൾ അവരുടെ പാർട്ടികളെ നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്ന അബദ്ധങ്ങളുടെ, അഴിമതികളുടെ, അനീതികളുടെ ഫലമാണിത്. അധികാരത്തിലിരുന്നപ്പോൾ കാട്ടിക്കൂട്ടിയതിൻ്റെ ഫലങ്ങൾ എന്ന് തന്നെ കൃത്യമായി പറയാൻ പറ്റും. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി ഒന്ന് മാറി നിന്നാൽ ഞങ്ങൾ കാര്യങ്ങളൊക്കെ ശരിയാക്കാമെന്ന് പറയാത്ത ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരുണ്ടാവുമോ? ഉറപ്പാണ്, അവരെല്ലാം അങ്ങനെ പറയുന്നുണ്ടാവും. ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ വലിയ ബാധ്യത രാഹുൽ തന്നെയാണ്. എന്താണ് ചെയ്യണമെന്ന് അറിയാതെ അമ്പത് നിൽക്കുകയാണ് ഇപ്പോഴും അദ്ദേഹം. 12 വർഷമായി ഈ പ്രതിപക്ഷത്തിൽ ഇരുന്ന് കളിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അഖിലേഷ് യാദവ് എന്ന് പറഞ്ഞ സമാജ്വാദി പാർട്ടിയുടെ നേതാവ് UP-യിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾ അദ്ദേഹമൊക്കെ മടുത്തിരിക്കുന്നു. ഒന്നും ആകെ അസ്വസ്ഥരാണ് അവർ മാത്രമാണോ? കോൺഗ്രസ് പാർട്ടി അസ്വസ്ഥരാണ്, കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കന്മാർ അസ്വസ്ഥരാണ്, എല്ലാ പാർട്ടിയിലെയും ഇന്ത്യ അലയൻസ് എന്ന് പറയുന്ന ആ മുന്നണിയിലെ ഘടകകക്ഷികൾ എല്ലാ ആൾക്കാരും അവരുടെ നേതാക്കന്മാരെല്ലാം ആകെ അസ്വസ്ഥരാണ്. അപ്പോൾ ഞാൻ ഒഴിയുന്നു എന്നൊന്ന് പറഞ്ഞു തന്നാൽ ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധിക്ക് ചിലപ്പോൾ സന്തോഷമാവും. അവർക്ക് പലതും ചെയ്യാൻ കഴിയും എന്നാണ് തോന്നുന്നത്, താരതമ്യേന ഈ രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ ചെയ്യാൻ. അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി കഴിഞ്ഞ 50-60 വർഷമായിട്ട് രാജ്യം ഭരിച്ചൊരു പാർട്ടിയാണ്. അവരുടെ മുൻ തലമുറയിലെ നേതാക്കന്മാർ അവർ ചെയ്തു വെച്ചിരിക്കുന്ന ചില കുറേ പാതകങ്ങളുണ്ട്, രാഷ്ട്രീയ പാതകങ്ങൾ, രാഷ്ട്രത്തിനോട് ചെയ്തിരിക്കുന്ന പാതകങ്ങൾ. അത് മറക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഭരണകക്ഷിയായ NDA-യും BJP-യും ചെയ്യുന്നതിൽ എന്ത് വിമർശനം ഉണ്ടായിച്ചാലും അവർ ചോദിക്കും, അപ്പോൾ നിങ്ങളുടെ കാലത്തോ, നിങ്ങൾ ഭരിച്ചിരുന്ന കാലത്ത് എന്താണ് ചെയ്തത്? നിങ്ങളെന്ന് പറഞ്ഞത് എന്താണ്? നിങ്ങൾ കൊണ്ടുവന്ന നിയമമല്ലേ? നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലേ? നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ? വാസ്തവത്തിൽ ഈ ചോദ്യങ്ങൾ കേട്ട് മടുത്തിട്ടുണ്ടാവും ഈ പ്രതിപക്ഷത്തെ മറ്റ് നേതാക്കന്മാർക്കും മറ്റ് പാർട്ടികൾക്കും. കാരണം ഒരു രാഷ്ട്രീയ പൈതൃകത്തെ ശപിക്കുന്ന ആൾക്കാരുണ്ടാവും കോൺഗ്രസിൽ തന്നെ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ പോലും ഒരുപക്ഷെ സങ്കടപ്പെടുന്നുണ്ടാവും, ഇങ്ങനെയൊക്കെ അവർ കാണിച്ചു വെച്ചതിൻ്റെയാണല്ലോ നമ്മൾ അനുഭവിക്കുന്നതെന്ന്. അതാണ് ദേശീയ പ്രതിപക്ഷ പാർട്ടിയുടെയും പാർട്ടി നേതാക്കന്മാരുടെയും അവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ആളാണ് ഈ മോദി സർക്കാരിൻ്റെ ഐശ്വര്യം എന്ന് ചില ആൾക്കാർ നർമ്മം പറയുമ്പോൾ അത് ആസ്വദിച്ചു പോകുന്നത്. ഇനി കേരളത്തിലേക്ക് വന്നാലോ? കേരളത്തിലെ സ്ഥിതി വ്യത്യസ്തമല്ല, കഷ്ടമാണ്. ഒരു പ്രതിപക്ഷ നേതാവിനെ ചുമക്കുന്ന പ്രതിപക്ഷ കക്ഷികൾ, അതാണ് പ്രതിപക്ഷ മുന്നണി. അതാണ് ഇപ്പോഴത്തെ കേരളത്തിലെ അവസ്ഥ. മുൻ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. 10 വർഷം അദ്ദേഹം തുടർച്ചയായി ഭരിച്ചു. വലിയ നേട്ടങ്ങൾ തന്നെയാണ്. പ്രതിപക്ഷ നേതാവായി ശരിക്കും അദ്ദേഹം വരരുതായിരുന്നു. പക്ഷെ ആര് പറയും നിങ്ങളല്ല പ്രതിപക്ഷ നേതാവാകേണ്ടതെന്ന്? നിങ്ങൾ മാറി നിൽക്കണമെന്ന് ആര് പറയും? പൂച്ചയ്ക്ക് മണി കെട്ടാൻ അവിടെ ആരുമില്ല. ഇപ്പം LOP നിങ്ങളൊന്ന് എഴുന്നേറ്റ് എന്തെങ്കിലും ഒന്ന് പറയേ, ഇങ്ങനെ വെറുതെ ഇരിക്കാതെ എന്ന് അടുത്ത തലമുറയിലെ ഒരു നേതാവിന് നിയമസഭയിൽ പറയേണ്ടി വന്നു. അത് നമ്മൾ കണ്ടതാണ്. അത് പ്രായാധിക്യത്തിൻ്റെ പ്രശ്നമൊന്നുമല്ല, പിണറായി വിജയൻ്റെ പ്രായാധിക്യ പ്രശ്നമൊന്നുമല്ല. ഇപ്പോൾ K. കരുണാകരൻ, പിണറായി വിജയൻ, VS അച്യുതാനന്ദൻ, അവർക്കൊക്കെ പ്രായമായാലും അവർക്കൊക്കെ ഒരു വിഷയമുണ്ടെങ്കിൽ, ഒരു വികാരമുണ്ടെങ്കിൽ അവർ എപ്പോഴും വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന ആൾക്കാരായിരുന്നു. അവർക്ക് അതില്ലാത്തത് കൊണ്ടായിരുന്നു അവരുടെ പ്രശ്നങ്ങൾ. അപ്പോൾ പിണറായി വിജയൻ്റെ പ്രായമല്ല പ്രശ്നം, പറഞ്ഞതും ചെയ്തതും നടത്തിയതും ഒക്കെ ഇപ്പോഴും ബാധ്യതയായി മാറിയിരിക്കുകയാണ്. പുതിയ മുഖ്യമന്ത്രി VD സതീശനാണെങ്കിൽ ഇതൊക്കെ കൃത്യമായി നോട്ട് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അദ്ദേഹം എന്ത് പറഞ്ഞാലും, എന്ത് പ്രവർത്തിച്ചാലും, എന്ത് പുതിയത് അവതരിപ്പിച്ചാലും, നിയമം കൊണ്ടുവന്നാലും, എന്ത് കൊണ്ടുവന്നാലും ശരി, അതിനെ എതിർക്കും. വിവാദമുണ്ടായാൽ പറയേണ്ടതാണ് ഒരുപക്ഷെ ഈ VD സതീശൻ ആദ്യം കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. ഉടനെ ചോദിക്കും, നിങ്ങളുടെ കാലത്ത് എന്താ ചെയ്തത്? നിങ്ങൾ പറ, നിങ്ങൾ മാധ്യമങ്ങൾ പറ, നിങ്ങൾ പത്രക്കാർ പറ, നിങ്ങൾക്കറിയാവുന്നതല്ലേ അവരെന്താ ചെയ്തത്, നിങ്ങളെന്താ ചെയ്തത്? ഇത് ചോദിച്ച് കേട്ട് മടുത്തു. സാധാരണ പാർട്ടി പ്രവർത്തകർ പോലും മടുത്തു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ 10 വർഷത്തെ പ്രവർത്തനത്തിൽ അവർ ചെയ്തിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അനുസരിക്കുകയോ തുടരുകയോ ഒക്കെ ചെയ്യുകയാണ് ഈ പുതിയ ഗവൺമെന്റ്. പക്ഷേ പ്രതിപക്ഷത്തിന് മിണ്ടാൻ പറ്റുന്നില്ല, എതിർക്കാൻ പറ്റുന്നില്ല. അതാണ് ഇവിടുത്തെ ഇന്നത്തെ പ്രശ്നം. ഇപ്പോൾ ഏറ്റവും പുതിയ സംഭവമാണ്, ഒരു സാധാരണ ആളിനെ സംശയത്തിന്റെ പേരിൽ പോലീസ് പിടിച്ചുകൊണ്ടുപോയി അതിഭീകരമായി ക്രൂരമായി മർദ്ദിച്ചു. എന്നിട്ട് ആശുപത്രിയിലായി. അയാൾ ആശുപത്രിയിൽ ചികിത്സ നടത്തി. അത് രോഗം മൂർച്ഛിച്ചു, ഇപ്പോൾ വയ്യാണ്ടായി, വാരിയിലൊക്കെ പൊട്ടിയെന്ന് പറയുന്നത് ഒരു പോലീസ് സബ് ഇൻസ്പെക്ടർ ഇടിച്ചിട്ട്. അങ്ങനെ എന്നിട്ട് അയാൾ മരിച്ചു, അയാൾക്ക് ജീവഹാനി സംഭവിച്ചു. ആർക്ക് നഷ്ടം? കുടുംബത്തിനാണ്. അതൊരു ഭാഗം. പക്ഷേ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ
പ്രതിപക്ഷ കക്ഷികൾക്ക്, പ്രതിപക്ഷ പാർട്ടിക്ക് വിമർശിക്കേണ്ട ഈ സംസ്ഥാന സർക്കാരിനെ, സംസ്ഥാനത്തെ പോലീസിനെ അവർക്ക് വിമർശിക്കാൻ പറ്റുന്നില്ല. കാരണം അതുപോലെ തന്നെ സമാനമായി എത്ര പേരെയാണ് ഈ മുൻ ഭരണകാലത്ത് പിണറായി വിജയന്റെ കാലത്ത് പോലീസ് തല്ലിച്ചതച്ച്, എത്ര പേരെയാണ് തലതല്ലി പൊട്ടിച്ചത്, എത്ര പേരെയാണ് തല്ലി ഒടിച്ചത്, എത്ര പേർക്കാണ് ഒരു പക്ഷേ ഓൺ ദ സ്പോട്ടിൽ അല്ലെങ്കിൽ പോലും ജീവഹാനി സംഭവിക്കാൻ കാരണമായിരിക്കുന്നത്. ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതിൻ്റെയൊക്കെ കണക്കെടുത്താലോ പിണറായി വിജയന് തൊണ്ടയിൽ കുടുങ്ങും. ഉത്തരം മറുപടി പറയാൻ പറ്റില്ല, ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റില്ല. അങ്ങനെ അഴിമതി, സ്വജനപക്ഷപാതം, തോന്നിയവാസം, ക്രമക്കേട്, രാഷ്ട്രീയ പക്ഷപാതം ഇതെല്ലാം പ്രതിപക്ഷത്തിൻ്റെ ഒരു പൊതു ബാധ്യതയായി മാറിയിരിക്കുകയാണ്. അതൊക്കെ ചെയ്തത് ആളാണ്, ഇപ്പോൾ ഈ ചെയ്യാൻ മുന്നിട്ട് നിന്ന ആളാണ്, അതിന് സംരക്ഷണം കൊടുത്ത ആളാണ് ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചോദിക്കേണ്ടത്. ചോദിക്കാനുള്ള ധാർമ്മികത ഇല്ലെന്ന് മാത്രമല്ല ലോക്കൽ സ്റ്റാൻഡ് ഇല്ല. ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായ മറുപടി അവിടെ നിന്ന് വരും. നിങ്ങളുടെ കാലത്ത് എന്തൊക്കെയാണ് ചെയ്തെന്ന് ചോദിച്ചാൽ എണ്ണി പറയുമ്പോഴേക്കും തലകുനിച്ച് നിൽക്കേണ്ടി വരും. അപ്പോൾ ദേശീയ തലത്തിലായാലും പ്രാദേശിക തലത്തിലായും പ്രതിപക്ഷം ഒരു ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ആ ബാധ്യത എന്ന് പറയുന്നത് മുന്നണിക്ക് മാത്രമല്ല പ്രശ്നം, പ്രതിപക്ഷത്തെ പാർട്ടികൾക്ക് മാത്രമല്ല പ്രശ്നം, സർക്കാരിന് അല്ലെ ഭരണകക്ഷിക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നത് മാത്രമല്ല പ്രശ്നം, ഒരു ജനാധിപത്യ സംവിധാനം മുഴുവൻ തകരാറിലാകുകയാണ്. ജനങ്ങൾക്ക് വേണ്ടി നിയമസഭയിൽ അല്ലെങ്കിൽ ലോകസഭയിൽ സംസാരിക്കേണ്ട ആൾക്കാരാണ് പ്രതിപക്ഷം എന്ന് പറയുന്ന ആൾക്കാർ. സർക്കാർ ചെയ്യുന്ന തെറ്റുകളുണ്ടെങ്കിൽ, സർക്കാർ ചെയ്യുന്ന കുറ്റങ്ങളുണ്ടെങ്കിൽ, പോരായ്മകളുണ്ടെങ്കിൽ തിരുത്തുവാൻ വേണ്ടിയിട്ട് സംസാരിക്കേണ്ട ആൾക്കാരാണ്. പക്ഷെ അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതാണ് ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ ദുഃഖം, ഇന്നത്തെ ഒരു അവസ്ഥ. ആ അവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിനെ എങ്ങനെയെങ്കിലുമൊക്കെ സ്ക്രൂ ചെയ്ത് പ്രതിപക്ഷത്തിനെ വീണ്ടും സക്രിയമാക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാക്കന്മാർ എന്ന് പറയുന്ന രണ്ടുപേരെ ലോകസഭയിൽ രാഹുൽ ഗാന്ധിയും സംസ്ഥാന നിയമസഭയിൽ പിണറായി വിജയനും ഒരു തടസ്സമായി ബ്ലോക്കായി നിൽക്കുന്നത്. അങ്ങനെ എൻ ബ്ലോക്കായി നിൽക്കേണ്ട പ്രതിപക്ഷം ഇപ്പോൾ പല ബ്ലോക്കുകളായി മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെയും കാര്യം അതാണ്. പരിഹാരം ഉണ്ടാകുമായിരിക്കാം. കാണാം. നമസ്കാരം.